മറ്റൊരു സ്റ്റോറിയിലേക്ക്. സ്കൂളിലെ പ്രശ്നങ്ങൾ 24 ലൈവ് ചെയ്ത് വൈറലായിരിക്കുകയാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് മരക്കാപ്പ് ഫിഷറീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ കളിക്കുന്നതിനിടെ കുട്ടികൾ ചെയ്ത കാര്യങ്ങൾ അധ്യാപകൻ മൊബൈലിൽ ചിത്രീകരിച്ചതായിരുന്നു. കുട്ടികളോടൊപ്പം അരുൺ പാറക്കലും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്. മരക്കാപ്പ് കടപ്പുറം സ്കൂൾ സുനാമി വിശദാംശങ്ങളുമായി ആത്ര. വളരെ ഭയപ്പെടുത്തുന്ന ന്യൂസുകളാണ് ഇപ്പോൾ ഇപ്പോൾ നന്നായിട്ട് അടിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ സുനാമി വന്ന് ഈ ഒരു സ്കൂൾ സ്കൂൾ കടലിനടിയിൽ താണു പോകുമെന്നാണ് ഇപ്പോൾ വിശദാംശങ്ങൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മളുടെ കൂടെ രക്ഷിതാവും മതപീഠിയെ അംഗവുമായ ശ്രീലക്ഷ്മി ചേരുന്നത്. എന്താണ് പറയാനുള്ളത്? കുട്ടികളും രക്ഷിതാക്കളും ടീച്ചേഴ്സും എല്ലാവരും വളരെ അഭിപ്രാന്തരാണ്. നമ്മുടെ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഞങ്ങൾക്ക് പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ കണ്ട ആ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഗവൺമെൻറ് ഫിഷറീസ് ഹൈസ്കൂൾ മരക്കാപ്പ്. ആ മരക്കാപ്പിലെ വിദ്യാർത്ഥികളാണ് 24-ൻ്റെ ലൈവിനോടനുബന്ധിച്ചുള്ള അത്തരത്തിൽ വീഡിയോ എടുത്തത്. എന്തായാലും ആ കുട്ടികൾ നമുക്കൊപ്പം ചേരുകയാണ്. ആരാധ്യ, ആർദ്ര. ആരാണ് ഈ വീഡിയോ എടുക്കാൻ പറഞ്ഞത്? നമ്മളെ ക്ലാസ് മാഷല്ല, നമ്മളെ പഠിപ്പിക്കുന്ന മാഷ്. എന്താ കാരണം എടുക്കാൻ? നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാഷ് അത് പകർത്തി. ജേർണലിസ്റ്റ് ആവാനാണോ ഇഷ്ടം? ആ, കുറച്ചൊക്കെ. 24 കാണാറുണ്ടോ? ആ, കാണാറുണ്ട്. എന്താ ആരെ ഇഷ്ടം? ശ്രീകണ്ഠൻ നായർ സാറിനാണ് ഇഷ്ടം. വേറെ ആരാ മദർ പി ടി ഒക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നല്ലോ? ആരാ മദർ പി ടി ക്യാരക്ടർ തിരഞ്ഞെടുത്ത്? അത് നമ്മൾ എല്ലാവരും ടീച്ചേഴ്സ് മാത്രം ആയിക്കൂടാ എന്നുള്ള ഒരു ഇതായതുകൊണ്ട് തന്നെ നമ്മൾ പി ടി എക്കാരെയും ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് ഈ പി ടി എ പ്രസിഡന്റ്, മദർ പി ടി എ അങ്ങനത്തെ ഇത് ചിന്ത വന്നത്. അങ്ങനെ ചെയ്തു. ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടുകളുണ്ടോ? ആ, ഉണ്ട്. നമ്മളിപ്പോൾ പ്ലേ ഗ്രൗണ്ട് ഇല്ല, പിന്നെ നമ്മളെ ബിൽഡിങ്സ് കേട്ട സ്ഥലമില്ല. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടമാണ്. കുറേ വേറെ സ്കൂളുകളിൽ പ്ലേ ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടമാണ്. നമ്മൾക്ക് കളിക്കാനുള്ള അവസരമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. വളരെ പിന്നോക്കത്തിലുള്ളൊരു സ്കൂളാണ്. അപ്പം പ്ലേ ഗ്രൗണ്ടിൽ നമുക്ക് കടൽ തീരത്ത് കൊണ്ടുപോയിട്ടാണ് നമ്മൾ കളിപ്പിക്കാറ്. ഇപ്പം മഴ വന്നതോടെ കടൽ കുറച്ച് കയറി നമ്മളുടെ ആ ഒരു കളിക്കാനുള്ള ഇപ്പം നമ്മൾ അവിടെ പോലും കൊണ്ടുപോകുന്നില്ല നമ്മളെ കളിക്കാൻ വേണ്ടിയിട്ട്, പ്ലേ ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഈ പ്ലേ ഗ്രൗണ്ട് ഇല്ലാത്തതിന് നമ്മൾ പരാതി കൊടുക്കുക അങ്ങനെ വല്ലതൊക്കെ ഉണ്ടായോ? പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും പി ടി എയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിട്ടുണ്ട്. പ്രക്ഷോഭങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട് പി ടി എയുടെ നേതൃത്വത്തിൽ. ഇപ്പോൾ നമുക്കൊരു പ്ലേ ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ കായിക രംഗത്ത് തന്നെ നമ്മുടെ കുട്ടികൾ വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. എന്തായാലും ഇവർക്കൊരു കളിക്കാനൊരു ഗ്രൗണ്ട് വേണം എന്നുള്ളതാണ് ആവശ്യം അല്ലേ? എന്തായാലും ഈ ടീമിനൊപ്പം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവർക്ക് കളിക്കാൻ ഒരു ഗ്രൗണ്ട് വേണം ഈ സ്കൂളിലെന്നാണ്. അതിന് സർക്കാർ കനിയണം എന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. ഓക്കെ, താങ്ക് യു.